ഹൊറർ, മിസ്റ്ററി, സസ്പെൻസ്, സൈക്കോളജി, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇങ്ങനെ പല ജോണറുകൾ മിക്സ് ചെയ്ത് എഴുതിയിരിക്കുന്ന അഖിൽ പി ധർമ്മജിന്റെ പുസ്തകമാണ് രാത്രി 12-ന് ശേഷം. വളരെ മൈൽഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പതിയെ പതിയെ വായനക്കാരെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കഥാപരിസരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എഴുത്തുരീതിയാണ് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ കഥയാണ് പുസ്തകം പറയുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ഊമയായിട്ട് അഭിനയിക്കുന്ന, ആൾക്കൂട്ടങ്ങളിൽ നിന്നെല്ലാം മാറി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സിദ്ധാർത്ഥിന്റെ കഥ. രാത്രി 12-ന് ശേഷം സിദ്ധാർത്ഥിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവൻ അറിയാതെ അവൻ മറ്റൊരാളായി മാറുന്നു. എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യം? അത് അന്വേഷിക്കാൻ വേണ്ടി വനിത അവന്റെ ഒപ്പം കൂടുകയാണ്. താൻ ആരാണെന്ന് യാതൊരു ഓർമ്മയുമില്ലാത്ത സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയെക്കുറിച്ചും അവന്റെ ഉള്ളിലുള്ള അപര വ്യക്തിത്വത്തെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടി സിദ്ധാർത്ഥും വനിതയും ചേർന്ന് നടത്തുന്ന ചില പരിശ്രമങ്ങളാണ് പുസ്തകത്തെ എൻഗേജിംഗ് ആക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെ പുസ്തകത്തിലെ സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി എഴുത്തുകാരന് സാധിക്കുന്നുണ്ട്. ഒരു അതീന്ദ്രിയ ശക്തിയുടെ പ്രസൻസ് ഒക്കെ തുടക്കം മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകൾ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ വായിക്കുന്ന സമയത്ത് മുഴുവൻ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. അത്ര ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈ പുസ്തകം ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരു ത്രില്ലർ എന്നുള്ള നിലയിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് രാത്രി 12-ന് ശേഷം.